പവർ ആംപ്ലിഫയറിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് അല്ലേ. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. ക്ലാസ് ബിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഒരു സൈക്കിളിൻ്റെ 180 ഡിഗ്രി മാത്രം കടത്തിവിടുന്ന ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനാണ് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പുഷ് പുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ കോൺഫിഗർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അത് കോംപ്ലിമെൻ്ററി സിമ്മട്രി ആയിട്ട് ഉപയോഗിക്കും, അതുപോലെ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടും ക്ലാസ് ബി ആംപ്ലിഫയർ തന്നെയാണ്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ ആംപ്ലിഫയർ ആയിട്ടാണ് സാധാരണ നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് ഓഡിയോ ആംപ്ലിഫയർ ആയിട്ടാണ്. ഓക്കെ, but the push pull amplifier is a power amplifier and is frequently employed in the output stage of electronic circuits. It is used whenever high output power at high efficiency is required. അപ്പോൾ നമുക്ക് ക്ലാസ് എ ആംപ്ലിഫയറിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഒരു ഫിഗറാണ്. ഇൻപുട്ടിൽ നമ്മുടെ ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. രണ്ട് ട്രാൻസ്ഫോമർ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു പവർ സപ്ലൈ VCC ഔട്ട്പുട്ടിലുള്ള ട്രാൻസിസ്റ്ററിൻ്റെ പ്രൈമറിയിലേക്ക് VCC കണക്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് പോർഷനാണ് ഇവിടെ വരുന്നത്. VCCൻ്റെ ഗ്രൗണ്ട് ഇരിക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും പിന്നെ നമ്മുടെ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ സെക്കൻഡറിൻ്റെ സെൻട്രൽ ടാപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി T2ൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ T2ൻ്റെ ഔട്ട്പുട്ട് വൈൻഡിങ് എന്ന് പറയുന്നത് ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്, സ്പീക്കറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. The output transfer T2 has the center tapped primary winding. The supply voltage VCC is connected between the base and the center tap. The loudspeaker is connected across the secondary of the transformer, output transformer. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. വർക്കിംഗ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് നമ്മുടെ T1 എന്ന് പറയുന്നത് അല്ലേ. സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് നോർമൽ സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വൈൻഡിങ്ങിൽ ഈ ഒരു സെക്ഷനിൽ 2 വൈൻഡിങ്ങാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. സെൻറ്റർ ടാപ്ഡ് ആവുന്ന സമയത്ത് 2 വൈൻഡിങ് ഉണ്ടാവും. 2 വൈൻഡിങ്ങിന് കോമൺ ആയിട്ട് ഒരു സെൻറ്ററും. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈൻഡിങ്ങിന് ഉണ്ടാവുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു നോർമൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ അതേ റെപ്ലിക്കാണ് ഒരു ഫസ്റ്റ് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്നത്. ഇനി താഴത്തെ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിഗ്നലാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കണേ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിഗ്നലാണ് ഉണ്ടാവുക. അപ്പോൾ നോർമൽ കേസിൽ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും അല്ലേ. നമുക്കറിയാം ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ അതിൻ്റെ ഇൻപുട്ടിൽ അല്ലെങ്കിൽ ഈ NPN ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു പോസിറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. നമ്മുടെ VCC കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ VCC ആണ്, ഇവിടെ VCC കൊടുത്തിട്ടുണ്ട്. VCCൻ്റെ പോസിറ്റീവ് ഈ എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്, അതിനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇതിലൂടെ കണ്ടക്ട് ചെയ്ത് ഇതിലൂടെ പോയിട്ട് ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ ഗ്രൗണ്ട് ആവും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടുത്തെ നെഗറ്റീവ് വരുമ്പം എന്തായിരിക്കും, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് വരുമ്പം ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ പോസിറ്റീവ് വരുമ്പം ഇവിടെ നെഗറ്റീവും, ഇവിടെ ആ സമയത്ത് എന്തായിരിക്കും, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് വരുമ്പം ഈ TR1 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. TR2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓൺ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇവിടെ പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓണാവും. ഇത് ഓണായി കഴിഞ്ഞാൽ സംഭവിക്കുക, ഇവിടെ നമ്മൾ VCC കൊടുത്തിട്ടുള്ളത്. VCCൻ്റെ ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലൂടെ കയറി എമിറ്ററിലൂടെ ഇറങ്ങി ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതിൻ്റെ നോക്കിയ 2 വൈൻഡിങ്ങിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ 2 കോയിലിൻ്റെ ഈ T2ൻ്റെ ഈ പ്രൈമറി കോയിലിലൂടെ 2 ഒരേ സിഗ്നൽസിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നു, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും, ഈ ഒരു സൈക്കിളും ഈ ഒരു ഹാഫ് സൈക്കിളും മറ്റൊരു ഹാഫ് സൈക്കിളായിട്ടുള്ള ഒരു
പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഉണ്ടാവുക. അപ്പോൾ വ്യത്യസ്ത ഇതിൽ വരുന്ന സമയത്ത് രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്കൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കിവിടെ കിട്ടുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണല്ലോ. കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് ഔട്ട്പുട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക, ഒരു ഇൻവെർട്ടഡ് അല്ലേ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളും പിന്നെ ഈ സമയത്ത് ഇവിടെ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളും ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്കിവിടെ ഒരു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷനും ഇതിന് ഡയറക്ഷൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ലോഡ് എന്ന് പറയുന്നത് സ്പീക്കറാണ്. സ്പീക്കറിലൂടെ അത് കടന്നു പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർക്യൂട്ട് ഓപ്പറേഷനിൽ പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെയാണ്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇത് ഇൻപുട്ട് സിഗ്നൽ അപ്പിയേഴ്സ് അക്രോസ് സെക്കൻഡറി എ ബി the driver transformer. Suppose during the first half cycle marked one of the signal and A becomes positive and B is negative. This will make a base emitter junction of TR1 forward biased and that TR2 reverse biased. The circuit will conduct current due to TR1 only and shown by dotted arrows. Dotted arrows വഴിയാണ് അതിൻ്റെ കാണിച്ചിരിക്കുന്നതാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് സൈക്കിൾ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ട്രാൻസിസ്റ്റർ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി ഈ ഒരു വൈൻഡിങ്ങിൽ മുകളിലേക്കും ഈ ഒരു വൈൻഡിങ്ങിൽ താഴേക്കുമാണ് കറണ്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു സിഗ്നലായിരിക്കും കിട്ടുക. നേരത്തെ കിട്ടിയതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളോട് ചേർന്നിട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇപ്പോൾ കറണ്ട് ഫ്ലോ ആണ്, ആ കറണ്ട് ഫ്ലോ കാരണമാണ് ഒരു സിഗ്നൽ ഉണ്ടാകുന്നത്. നേരത്തെ കാണിച്ചത് VC ആണ്, ഇവിടുത്തെ വോൾട്ടേജാണ് കാണിച്ചത്. ആ വോൾട്ടേജ് എന്ത് സംഭവിക്കും, വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, transistor conducts on solid arrows. Consequently, this half cycle of the signal amplified by TR2 and appears in the lower half cycle of the output transformer primary. Center tapped primary output transformer combines two collector current to form a sine wave output in the secondary. It may be noted that push-pull arrangement also permits a maximum transfer of power to the load through impedance matching. Impedance matching വഴിയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ട് പവർ കംപ്ലീറ്റ് ആയിട്ട് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. If RL is the resistance appearing across secondary of the output transformer, then resistance R dash of primary shall become എന്താണ് വരുന്നത്, RL dash is equal to 2N1 by N2 whole square into RL. N1 by N2 എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി വൈൻഡിങ്ങും N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി വൈൻഡിങ്ങുമാണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി either end of the primary winding and center tap. Number of N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ദ എഫിഷ്യൻസി ഓഫ് ദ സർക്യൂട്ട് ഈസ് ഹൈ. എത്ര വരുന്നത്, അറൗണ്ട് 75% ആണ് അതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, സർക്യൂട്ട് എഫിഷ്യൻസി വരുന്നത് ഡ്യൂ ടു ദ ക്ലാസ് ബി ഓപ്പറേഷൻ. എ ഹൈ AC ഔട്ട്പുട്ട് പവർ ഈസ് ഒബ്റ്റെയിൻഡ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, 2 ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. It requires 2 equal and opposite voltage at the input. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് കിട്ടണം. Therefore push-pull circuit requires the use driver stage to furnish these signals. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഡ്രൈവർ സർക്യൂട്ടൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. If the parameters of the 2 transistors are not the same, there will be unequal amplification of the 2 halves of the signal. വ്യത്യസ്ത സിഗ്നലാണ് ഇൻപുട്ടിലേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, വ്യത്യസ്ത ആംപ്ലിഫിക്കേഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. സർക്യൂട്ട് ഗീവ്സ് മോർ ഡിസ്റ്റോഷൻ. ട്രാൻസ്ഫോമർ യൂസ്ഡ് ആർ ബൾക്കിൽ. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സാധാരണ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു കമ്പോണൻ്റ് ആണ്, ഏറ്റവും വലിയ കമ്പോണന്റുകളിൽ പെട്ട ഒന്നാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ബൾക്കിയാണ്, സർക്യൂട്ട് ബൾക്കിയായി മാറും. പിന്നെ ആപ്ലിക്കേഷൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, PA സിസ്റ്റത്തിലാണ് ഇത് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത്.
അതുപോലെ ടേപ്പ് റെക്കോർഡറിൽ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മാക്സിമം എഫിഷ്യൻസി കാൽക്കുലേഷനാണ്. കാൽക്കുലേഷനിൽ വരുന്ന സമയത്ത് ഈ സർക്യൂട്ട് ഇതിൻ്റെ വേവ് ഫോം നോക്കുക. ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ഫുൾ സൈക്കിൾ കിട്ടുന്നുണ്ട്. ഫുൾ സൈക്കിൾ ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ കട്ട് ഓഫിലാണ് അതിൻ്റെ ക്യൂ പോയിന്റ് ഉള്ളത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അത് എ സിയിലേക്ക് വരുന്നത് VCC/2RL എന്ന രീതിയിലുള്ള ഒരു ആംപ്ലിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ കറണ്ടിലേക്ക് അത് ഇൻക്രീസ് ചെയ്യാണ്. അത് നമ്മൾ IC സാറ്റ് എന്ന് വിളിക്കും. അതുപോലെ ഈ VCC/2 ആണ് ഈ ഒരു പോയിന്റിനെ വിളിക്കുന്നത്. ഇത് VC ആണ്, അതുപോലെ IC ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഈ കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VC ആണ്. പീക്ക് AC ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC സാറ്റാണ്. IC സാറ്റ് നമുക്ക് VCE/RL അല്ലെങ്കിൽ VCC/2RL എന്ന് എഴുതാം. മാക്സിമം ആവറേജ് AC ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എത്രയാണ്? പ്രൊഡക്റ്റ് ഓഫ് RMS വാല്യൂ ഓഫ് AC ഔട്ട്പുട്ട് ആണ് അല്ലേ. വോൾട്ടേജ് ആൻഡ് AC ഔട്ട്പുട്ട് കറണ്ട് VC/√2 ഇൻറ്റു IC/√2 VC/IC/2 അല്ലേ. നമുക്കിവിടെ 2 എന്ന് കിട്ടും. അതുപോലെ VCC ഇൻറ്റു IC/4 എന്ന് കിട്ടും. VCC ഇൻറ്റു IC/4 അല്ലെങ്കിൽ VC എന്ന് പറയുന്നത് എന്താണ്? VCC/2 ആണ്. അപ്പോൾ നമുക്കിവിടെ VC ഇൻറ്റു IC/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ 1/4 കിട്ടി. 1/4 നമുക്ക് 0.25 എന്ന് എഴുതാം. VCC ഇൻറ്റു IC സാറ്റിന് ഇത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടി, AC ഔട്ട്പുട്ട് പവർ അല്ലേ. ഇനി DC പവർ നമുക്ക് കിട്ടുന്ന സപ്ലൈ നിന്ന് കിട്ടുന്ന DC പവർ എത്ര വരുന്നത്? PDC = VCC ഇൻറ്റു IDC അല്ലേ. IDC is the average current drawn from the power supply അല്ലെങ്കിൽ ബാറ്ററി. Since the transistor is on for alternating half cycles, it effectively acts as a half wave rectifier. നമുക്കറിയാം ഓരോ ഹാഫ് സൈക്കിളിലാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു സ്വഭാവത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. IDC എന്ന് പറയുന്നത് അപ്പോൾ IC സാറ്റ് ഡിവൈഡ് ബൈ പൈ ആണ്. അതായത് 180 ഡിഗ്രി ആണ് ഇതിൻ്റെ കടന്നു പോകുന്നത്, IC കറണ്ട് കടന്നു പോകുന്നത് ഒരു ട്രാൻസിസ്റ്ററിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ PDC എന്ന് പറയുന്നത് VCC ഇൻറ്റു IC സാറ്റ് ഡിവൈഡ് ബൈ പൈ എന്ന് എഴുതാം. IC സാറ്റിന് നമ്മൾ എന്ത് ചെയ്താം? VCC ഇൻറ്റു PDC എന്ന് പറയുമ്പോൾ എന്താണ്? P = VI ആണ്. അപ്പോൾ V ഇൻറ്റു IC സാറ്റ് ഡിവൈഡ് ബൈ പൈ എന്ന് എഴുതാം. കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് P0/PDC എന്ത് പറയും? 0.25 VCC IC സാറ്റ് ഡിവൈഡ് ബൈ VCC IC/പൈ എന്ന് എഴുതാം ഇൻറ്റു 100. 0.25 പൈ = 100 = 78.5% ആണ് ഇത് തിയററ്റിക്കൽ. ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എത്രയാണ്? 78.5. അറൗണ്ട് 75% ആണ് നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്ന ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ദ മാക്സിമം കളക്ടർ എഫിഷ്യൻസി ഓഫ് എ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ഈസ് 78.5%. നമുക്ക് മത്സര പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിക്കുന്നതാണ് ഇതിൻ്റെ മാക്സിമം കളക്ടർ എഫിഷ്യൻസി എത്രയാണെന്ന്. ഇതിൻ്റെ നമ്മുടെ ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിൻ്റെ ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിക്കും. അതെന്താണ്? തിയററ്റിക്കലി നമുക്ക് 78.5 ആണ് അതിൻ്റെ എഫിഷ്യൻസി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്ലാസ് എ പവർ ആംപ്ലിഫയറിന് എന്താണ്? 50% ആണ് അതിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 28% കൂടി 28.5% കൂടെ കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് എഫിഷ്യൻസി കിട്ടി. ഇനി പവർ ഡെസിപ്പേറ്റഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ് എത്ര എന്ന് നോക്കാം. എന്താണ്? രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് പവർ 2T എന്ന് പറയുന്നത്. അപ്പോൾ PDC മൈനസ് PAC എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ മൈനസ് PAC, നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലായിട്ട് നമ്മൾ എടുത്ത ഔട്ട്പുട്ട്. അപ്പോൾ അത് PDC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് പവർ. ഇത് ട്രാൻസിസ്റ്റേഴ്സ് ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എത്രയാണെന്ന് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ് വരുന്നത്? PTC = P2T/2 വരും. അപ്പോൾ PDC മൈനസ് PAC/2 എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. എന്താണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ? നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 2 ഡയോഡുകളാണെന്ന് അറിയാം അല്ലേ. 2 ഡയോഡുകളാണ്. അപ്പോൾ ഈ ഡയോഡുകൾ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് ആയിട്ടുള്ള സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടേജിൻ്റെ മുകളിൽ വന്നെങ്കിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യത്തുള്ളൂ അല്ലേ, നമുക്കറിയാം. അതുപോലെ ഒരു ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അത് സിലിക്കൺ
മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ എമിറ്റർ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം കണ്ടക്ട് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.7 വോൾട്ടേജ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വോൾട്ടേജിൻ്റെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ, അപ്പോൾ നമ്മുടെ ബയാസിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ 0.7 ആയെങ്കിൽ മാത്രമേ ഇയാൾ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുവരെ എന്തായിരിക്കും? ഇയാൾ ഓഫായി. കാരണം അത്രയും സമയം ഇവിടെ ഓഫാണ്, ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു AC സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിലത്തെ കിട്ടുക ഒരു ഓപ്പോസിറ്റ് സിഗ്നലാണ് കിട്ടുക. അപ്പം നമുക്ക് ഇത് കിട്ടി. പിന്നെ അടുത്ത സിഗ്നൽ വരുമ്പോഴത്തേക്ക് എപ്പോഴാണ് വരുന്നത്? അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സംഭവം -0.7 കഴിയുമ്പോഴേ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. ഓക്കെ, ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. PNP ട്രാൻസിസ്റ്റർ. ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് -0.7 കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇയാൾ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 0.7 എടുക്കുള്ളൂ. ഓരോ സൈക്കിളിൻ്റെയും 0.7 വരെയുള്ള സിഗ്നൽ സമയത്ത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഓണോ അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഡിസ്റ്റോഷനാണ് സിഗ്നൽ, അല്ലേ? ഒരു ഡിസ്റ്റോഷനാണ്. ആ ഡിസ്റ്റോഷനാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റോഷൻ ഏകദേശം 1 to 5% ആണ് ഈ നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ IC സാറ്റിൻ്റെ 1 to 5% നമ്മൾ എന്ത് ചെയ്യണം? ഇയാൾക്ക് കുറച്ചൊരു ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഓഫായി നിൽക്കുന്ന ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതവിടെ കുറച്ചൊന്ന് നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നവരെ കുറച്ചൊന്ന് പിന്നെ ഒരു ബയാസിങ് പോലെ കൊടുത്തിട്ട് ഓൺ ആക്കി നിർത്തുക. 0.7 വോൾട്ടേജ് കൊടുത്ത് അല്ലെങ്കിൽ 0.68 വോൾട്ടേജ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നിർത്തുക. അങ്ങനെ ഓൺ ആക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ട്രാൻസിസ്റ്റർ ഈ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സിഗ്നൽ തുടങ്ങുമ്പോൾ തന്നെ അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഈ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, for this reason, if no bias is applied to the emitter diode, the output of the class B push-pull emitter follower ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് figure B. Because of the clipping between half cycle, the output is distorted. Since the clipping occurs between the time one transistor cutoff and the other ones, the one we call crossover distortion. One of the transistor cutoff and the other one is comes on. Evaluate crossover distortion. To eliminate crossover distortion, we need to apply a slight forward bias to each emitter diode. This means locating the Q point slightly above the cutoff, as shown in the figure C. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയൊരു കട്ട് ഓഫ് വോൾട്ടേജ് കൂട്ടിയിട്ട് കട്ട് ഓഫ് വോൾട്ടേജിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് നമ്മൾ Q പോയിന്റിനെ പുഷ് ചെയ്ത് നിർത്തും. ICQ ഫ്രം 1 to 5%. അതായത് നമ്മുടെ സാധാരണ IC സാറ്റിൻ്റെ ഇവിടെ കിട്ടുന്ന IC സാറ്റിൻ്റെ 1 to 5% കിട്ടുന്ന രീതിയിലുള്ള ഒരു സപ്ലൈ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്താൽ മതി? നിർത്തിയാൽ മതി. enough to eliminate the crossover distortion. In figure C, slight forward bias implies that conduction angle will be slightly greater than 180 degree because the transistor will conduct for a bit more than half cycle. അല്ലേ, നമുക്കറിയാം ഹാഫ് സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചെറുതായിട്ടത് ഓണായി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് വി നോ ലോങ്ങർ ഹാവ് ദ ക്ലാസ് ബി ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് AB ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ക്ലാസ് AB ആംപ്ലിഫയർ, ക്ലാസ് B ആംപ്ലിഫയറിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ക്ലാസ് ABക്കുള്ളൂ. അതായത് ക്ലാസ് ബിൻ്റെ എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രിയിലാണ് ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ വരുന്നത്. പക്ഷേ ക്ലാസ് ABൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും വരിക. 180 ഡിഗ്രിൻ്റെ 360 ഡിഗ്രിൻ്റെ അടുക്കാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒന്ന് പുഷ് ചെയ്ത് നിർത്തിയല്ലോ. അപ്പം കുറച്ച് മുമ്പ് തന്നെ 180 ഡിഗ്രിൻ്റെ കുറച്ച് മുൻപ് തന്നെ എന്ത് ചെയ്യും? ഇയാൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ബട്ട് ഇറ്റ് ഈസ് ബെയർലി ക്ലാസ് A ആംപ്ലിഫയർ conduction angle between 180 and 360 degree. It is defined as the conduction angle between 180 degree and 360 degree. But it is purely class AB. For this reason, many people still refer to the class B push-pull amplifier because the operation is class B. Class B operation തന്നെ നടക്കുന്നത്, പക്ഷെ ചെറിയൊരു ബയാസിങ് നമ്മളോട് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ക്ലാസ് AB ആംപ്ലിഫയറിനുള്ളൂ. Ideally, the transfer power dissipation is zero when there is no input signal because both transistors are in cut-off state. If there is a slight forward bias to prevent crossover distortion, the quiescent power dissipation in each transistor is still very small. ഇനി അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നമുക്ക് ആ
പിന്നെ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ചെറിയൊരു പോസിറ്റീവ് ബയാസിങ്ങും ഒരു നെഗറ്റീവ് ബയാസിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Then when input signal goes positive, the voltage at the base of the transistor 1 increase, producing a positive output of the similar amount which increases the collector current flowing through TR1. Sourcing current to the load RL. However, because of the voltage between the two bases is fixed and constant, any increase in the conduction of TR1 will cause an equal and opposite decrease in the conduction of TR2 during the പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഒരു നെഗറ്റീവിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ അതിൻ്റെതായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. As a result, transistor TR eventually turns off, leaving the forward bias transistor TR1 to supply all the current gain of the load. Likewise, the other negative half cycle of the input voltage opposite occurs. That is, TR2 conducts, sinking the load current while TR1 turns off. The ഇൻപുട്ട് സിഗ്നൽ ബിക്കംസ് മോർ നെഗറ്റീവ്. നേരത്തെ പറഞ്ഞ നമ്മുടെ ക്ലാസ് ബീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്താ പറയുക, ഒന്ന് ഓണാവുന്ന സമയത്ത് ഒന്ന് ഓഫ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു സംഗതി തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആസ് എ സ്വിച്ചിങ് ബിറ്റ്വീൻ ടു ട്രാൻസിസ്റ്റേഴ്സ് occurs nearly instant and it is a smooth one. The crossover distortion which affects the class B configuration is greatly reduced. Or the incorrect biasing can cause sharp crossover distortion spikes as the two transistor switch over. അപ്പോൾ ഇൻകറക്റ്റ് ബയാസിംഗ് ആണ് കൊടുത്തതെങ്കിൽ എന്തായിരിക്കും, ചെറിയ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് പവർ സപ്ലൈ കൊടുക്കാൻ കഴിയില്ല അല്ലേ. നമുക്ക് ഇവിടെ ഒരു ഈ ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു പവർ സപ്ലൈ, ഇവിടെ ഇൻപുട്ട്, ഇവിടെ ഒരു പവർ സപ്ലൈ, അങ്ങനെ ഇവിടെ വേറെ VCC, അത് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഈ ട്രാൻസിസ്റ്ററിനെ ചെറുതായിട്ടൊന്ന് ഓണായി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ബാക്കി നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ. 0.2 വോൾട്ടിലേക്ക് ഇതിനെ പുഷ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി പവർ ഫോർമുലാസ് ആണ് സൂട്ടബിൾ ഫോർ ഓൾ ക്ലാസ്സസ്. ഏത് ക്ലാസ്സിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ ഫോർമുലാസിൻ്റെ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. റെഫർ ചെയ്ത് നോക്കുക. MPP2 എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മാക്സിമം പീക്ക് ടു പീക്ക് ആണ് പറയുന്നത്. മാക്സിമം പീക്ക് ടു പീക്ക്, അതാണ് MPP2 MPP എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്ലാസ് സി പവർ ആംപ്ലിഫയർ ആണ്. എന്താണ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ? നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയർ പഠിച്ചു, ക്ലാസ് ബി ആംപ്ലിഫയർ പഠിച്ചു, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ പഠിച്ചു, ക്ലാസ് AB ആംപ്ലിഫയർ പഠിച്ചു. ഇനി ക്ലാസ് സി ആംപ്ലിഫയർ ആണ് പറയാൻ പോകുന്നത്. ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് സി ആംപ്ലിഫയർ ഒരിക്കലും നമ്മൾ ഓഡിയോ ആംപ്ലിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇത് എവിടെ ഉപയോഗിക്കുന്നുള്ളൂ? ക്ലാസ് സി ആംപ്ലിഫയർ RF റേഞ്ചിലുള്ള ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് സി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സെക്ഷനുകളാണ് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് കളക്ടർ കറണ്ട് ഫ്ലോസ്, ക്ലാസ് സി ഓപ്പറേഷൻ മീൻസ് ദാറ്റ് കളക്ടർ കറണ്ട് ഫ്ലോസ് ഫോർ ലെസ് ദാൻ 180 degree of the AC cycle as shown in figure. With the class C operation, only a part of the positive half cycle of the AC base voltage produces collector current. As a result, we get the brief pulse of the collector current like a figure. ഇതുപോലുള്ള ചെറിയൊരു സമയത്ത് മാത്രമേ ഇതെന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പവർ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു എഫിഷ്യൻസിയാണ് നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത്. Such amplifiers are never used for power amplification in audio. However, they are used as a tuned amplifier, that is to amplify a narrow band of frequencies near the resonant frequency in RF range. Okay. But Class A or Class B amplifiers are not employed where the large RF audio frequency power is involved. Class A or Class B amplifiers are not employed where the RF power is involved. RF power ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, ക്ലാസ് എ ആംപ്ലിഫയറോ അല്ലെങ്കിൽ ക്ലാസ് ബി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നില്ല. അവിടെ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, ട്യൂൺഡ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ടു എക്സൈറ്റ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഇൻ സച്ച് സിറ്റുവേഷൻ, എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിലേക്ക് ഡാറ്റ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്ലാസ് സി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ട്യൂൺഡ് ക്ലാസ് സി പവർ ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ്. സിൻസ് എ ക്ലാസ് സി
amplifier has a very high efficiency. It can deliver more load power than a Class A or Class B amplifier. Class A circuit action നോക്കാം. When no AC input signal is supplied, no collector current flows because the emitter diode is unbiased. നമുക്കറിയാലോ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ കാണുന്നത്. ക്ലാസ് സി ട്യൂൺഡ് പവർ ആംപ്ലിഫയർ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെയിം സർക്യൂട്ടാണ്. നോക്കി ഇവിടെ ഒരു ഡയോഡാണ്. നമ്മൾ എമിറ്റർ ഡയോഡല്ല ഇവിടെ വരിക അല്ലേ. ഇവിടെ ഡയോഡും എമിറ്റർ ഡയോഡാണ്. ആ എമിറ്റർ ഡയോഡിന് ഇവിടെ ഡയോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചുരുക്കി പറയാം. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡിലൂടെ കണ്ടക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിലൂടെ കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. എങ്ങനെ ചാർജ് ചെയ്യും? ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും എന്ന രീതിയിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ് കൊടുത്താലും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? ഇവിടെ ഈ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇതിന് അക്രോസ് വരുന്ന ഇത് ഫോർവേഡ് ബയസിലാവുന്ന സമയത്ത് ഇതിൻ്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവത്തുള്ളൂ? 0.7 വോൾട്ട് അല്ലേ. നോക്കിയാൽ ഇവിടുന്ന് വി എം എന്നത് അവിടെ ഈ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. -VM 0 ആണ്. പിന്നെ ഇവിടുന്ന് 0.7 വോൾട്ട്. അല്ലെങ്കിൽ എല്ലാ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ആ 0.7 വോൾട്ടിൻ്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ ആ ബാരിയറിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് മാത്രമേ നമുക്ക് 0.7 ആയിട്ട് ഇവിടെ കിട്ടത്തുള്ളൂ. ഇനി നെഗറ്റീവ് അവസ്ഥ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? നെഗറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഈ കപ്പാസിറ്റർ ചാർജായി നിൽക്കുകയാണല്ലോ. അപ്പം ഇവിടെ നെഗറ്റീവ്, ഇവിടെ ഈ പോയിന്റിൽ നെഗറ്റീവ് വരെയാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ഒരു നെഗറ്റീവിൻ്റെ ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നോക്കിയേ, ഒരു സെല്ല് ഇങ്ങനെ സീരീസ് ആയിട്ട് വെച്ച പോലെ ഇല്ലേ? 2 സെല്ലുകൾ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ 2 സെല്ലുകൾ സീരീസ് ആയി വെച്ച പോലെയാണ്. അപ്പോൾ വി എം -2 VM ഇവിടെ വരും. ടോട്ടലി എന്ന് പറയുന്നത് -2 VM ആണ്. അപ്പോൾ ഡയോഡിന് അക്രോസ് എന്താ വരുന്നത്? -2 VM വരും. ആ -2 VM വരുമ്പം ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കും. റിവേഴ്സ് ബയസ് ആവുന്ന സമയം തന്നെ എന്ത് സംഭവിക്കും? ആ കൊടുക്കുന്ന -2 VM കംപ്ലീറ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഇവിടെ -2 VM കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു വോൾട്ടേജിൻ്റെ പിന്നെ വേവ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. -2 VM to 0.7 വോൾട്ട് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെൻ എൻ AC സിഗ്നൽ ഈസ് സപ്ലൈഡ് ക്ലാമ്പിംഗ് ആക്ഷൻ, അത് നമ്മുടെ അപ്പോൾ കപ്പാസിറ്റർ വെച്ചുകൊണ്ട് കപ്പാസിറ്ററും ഡയോഡിൻ്റെ ആക്ഷൻ കാരണം നമുക്ക് കിട്ടുന്ന ക്ലാമ്പിംഗ് ആക്ഷൻ ആണ്. ടേക്സ് പ്ലേസ് as shown in figure 2. The voltage across a emitter diode varies between 0.7 volt to -2 VM ആണ്. During the negative peak of input signal, -2 VM എപ്പോഴും കിട്ടുന്നത്? During negative peak of the input signal. This means that the conduction of the transistor occurs only the short period during the positive peak of the signal. നമുക്കറിയാം ചെറിയ സമയത്ത് മാത്രമേ അവിടെ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കിട്ടുന്നുള്ളൂ. ദ റിസൾട്ട് ഇൻ ദ പൾസ്ഡ് ഔട്ട്പുട്ട് അല്ലേ. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ കഷ്ണം, ഇവിടെ ചെറിയ കഷ്ണം, അതുപോലെ അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ പൾസുകളായിട്ട് അവിടെ നമുക്ക് ഒരു നാരോ പൾസസിൻ്റെ ട്രെയിൻ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ട്രെയിൻ ഓഫ് നാരോ പൾസസ് നമുക്ക് അവിടെ കിട്ടും. വെൻ ദിസ് പൾസ്ഡ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ദ LC സർക്യൂട്ട് അല്ലേ. നമുക്കറിയാം അതിൻ്റെ പിന്നെ ഒരു LC സർക്യൂട്ട് ഇവിടെയാണ് അതിൻ്റെ ഇവിടെ കിട്ടുന്ന സിഗ്നലിൻ്റെ അതിൻ്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവുക? ഈ കളക്ടറിൽ ഉണ്ടാവും. ആ കളക്ടർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു LC സർക്യൂട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ LC സർക്യൂട്ടിൽ വരുന്നതിൻ്റെ ഫങ്ഷൻസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വെൻ ദിസ് പൾസ്ഡ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ടു ദ LC സർക്യൂട്ട്, സൈൻ വേവ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് അല്ലേ. നമുക്ക് ആ ഒരു LC സർക്യൂട്ട് കപ്പാസിറ്ററിൻ്റെ ഇൻഡക്ടറിൻ്റെ ഒരു പാരലൽ സർക്യൂട്ടിനകത്തേക്ക് ഇതുപോലെ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും? കപ്പാസിറ്റർ ചാർജ് ആവും, അത് ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് ആവും, അത് ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ആവും. ആ സമയത്ത് അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഒരു ഓസിലേഷൻ കിട്ടും. ഓസിലേഷൻ എന്ന് പറയുന്നത് പക്ക ഓസിലേഷൻ ആയിരിക്കും. ഇതുപോലെ മുറിഞ്ഞുള്ള ഓസിലേഷൻ അല്ല, പക്ക ഒരു സൈൻ വേവ് നമുക്ക് അവിടെ കിട്ടും. അവിടെ ഒരു ഓസിലേഷൻ ജനറേറ്റ് ചെയ്യാണല്ലോ. ഒരു എന്താ പറയുക, ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഓസിലേറ്ററിൻ്റെ ഒരു ചെറിയൊരു പുഷിങ് മാത്രമേ നമ്മൾ ഇവിടുന്ന് ട്രാൻസിസ്റ്ററിന് കൊടുക്കുന്നുള്ളൂ. അപ്പം ദിസ് ക്യാൻ ബി ഈസിലി എക്സ്പ്ലെയിൻഡ് സിൻസ് ദ പൾസ് ഈസ് നാരോ, ഇൻഡക്ടർ ലുക്സ് ലൈക്ക് എ ഹൈ ഇംപിഡൻസ് ആൻഡ് ദ കപ്പാസിറ്റർ ലൈക്സ് ലോ ഇംപിഡൻസ്. കോൺസിക്വൻ്റ്ലി മോസ്റ്റ് ഓഫ് ദ കറണ്ട് ചാർജസ് ത്രൂ കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്ററിലൂടെ കടന്നു പോകും. ലോ ഇംപിഡൻസ് ആണ്. അത് ഷോൺ ഇൻ ഫിഗർ ബിലോ.
എന്താണ് കപ്പാസിറ്ററിലൂടെ കടന്നു പോകും. കപ്പാസിറ്ററിലൂടെ കടന്നു പോകും, കപ്പാസിറ്റർ ചാർജ് ആവും. നെഗറ്റീവ് അവസ്ഥകളുടെ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? കോൺസിക്വൻറ്റ്ലി മോസ്റ്റ് ഓഫ് ദ കറണ്ട് ചാർജസ് ദ കപ്പാസിറ്റർ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. വെൻ ദ കപ്പാസിറ്റർ is fully charged, it will discharge through the coil and the load resistor, setting up the oscillations just an oscillatory circuit does. Consequently, sine wave output is obtained. അല്ലേ, നമുക്കിവിടെ പോസിറ്റീവ് അവസ്ഥയിലൂടെ കടന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിലൂടെ ചാർജ് ചെയ്യും. ഇത് കട്ടാകുന്ന സമയത്ത്, സിഗ്നൽ കട്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ചാർജ് നേരെ ഇതിലൂടെ കപ്പാസിറ്റർ എന്താ പറയുക, ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ആ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡിസ്ചാർജായി വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഒരു ഓസിലേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ഈ RL എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് നമുക്കൊരു അൺഡാംപ്ഡ് ആയിട്ടുള്ളൊരു ഓസിലേഷൻ നമുക്ക് കിട്ടും. ഇഫ് ഓൺലി സിംഗിൾ കറണ്ട് പൾസസ് ഡ്രൈവ് ദ LC സർക്യൂട്ട്, വി വിൽ ഗെറ്റ് എ ഡാംപ്ഡ് സൈൻ വേവ് ഔട്ട്പുട്ട്. ഹവർ ഇഫ് എ ട്രെയിൻ ഓഫ് narrow pulses drive the LC circuit, we will get a undamped sine wave output. അപ്പോൾ മാക്സിമം AC ഔട്ട്പുട്ട് പവർ എത്ര വരുന്നത്? ഇപ്പോൾ വി സി എന്ന് പറയുന്നത് VCC ആയിരിക്കും അല്ലേ, നമ്മുടെ ഇൻപുട്ട് ഒന്നും കൊടുത്തിരുന്നില്ലെങ്കിൽ. ഫിഗർ 1 tuned class amplifier, when no signal is applied, the collector emitter voltage VCC എന്തായിരിക്കും? VC equal to VCC തന്നെ ആയിരിക്കും. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നില്ല, ഔട്ട്പുട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് ആ വോൾട്ടേജ് കിട്ടും. When signal is applied, it causes the total collector emitter voltage swing above and below this voltage. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, അത് വീണ്ടും സ്വിങ് ചെയ്യാൻ തുടങ്ങും. The collector emitter voltage can have the maximum value of 2 VCC and minimum value of 0 as shown in the figure. അപ്പോൾ നമുക്ക് -2 VCC വരെയും 0 വരെയുള്ള ഒരു വോൾട്ടേജിലാണ് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓക്കെ, 2 VCC വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഔട്ട്പുട്ടിൽ നമ്മളിവിടെ ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു VCC ഉണ്ടായിരിക്കും, ഓൾറെഡി ഒരു VCC ഉണ്ടായിരിക്കും. നോർമൽ കേസിൽ 0 ആവുന്ന സമയത്ത്, നെഗറ്റീവ് സൈക്കിൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫായി നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇവിടെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇൻഡക്ടറിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡക്ടർ കണ്ടക്ട് ചെയ്യും, ഇൻഡക്ടറിൽ ചാർജ് ജനറേറ്റ് ചെയ്യും. ഓഫ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ സ്റ്റോർ ചെയ്ത വോൾട്ടേജും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത വോൾട്ടേജും പിന്നെ വരുന്ന വോൾട്ടേജും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് ഡബിൾ ആയിട്ട് 2 VCC ആയിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പം 2 VCCൻ്റെയും 0ൻ്റെയും അക്രോസ് ആയിട്ടുള്ള ഒരു ഓസിലേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ കിട്ടും. ഓക്കെ, the output has a peak value of VCC, therefore the maximum AC power is എന്താ വരുന്നത്? P0 is equal to V square by R. V square RMS by R ആണ് അല്ലെ. P എന്ന് പറയുന്നത് V square by R വരും. V square by R അല്ലെങ്കിൽ I square R നമ്മൾ പഠിച്ചിട്ടുണ്ട്. I square R, V square by R, VI എന്നൊക്കെ പറഞ്ഞ പവറിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. P equal to VCC into √2 by R ആണ്. RMSനെ നമ്മൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് അതിൻ്റെ Vmax ഡിവൈഡ് ബൈ √2 എന്നുള്ള ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. VCC by √2 and RAC equal to VCC by ഹോൾ സ്ക്വയർ ബൈ 2 RAC നീതി അല്ലെ. സ്ക്വയർ ഒഴിവാക്കിയിട്ട് √2ൻ്റെ സ്ക്വയർ ഒഴിവാക്കി. RAC equal to AC ലോഡ്. RAC എന്ന് പറയുന്നത് എന്താണ്? AC ലോഡിനാണ് നമ്മൾ RAC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം എഫിഷ്യൻസി, ദ DC ഇൻപുട്ട് പവർ PDC ഫ്രം ദ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? P0 max പ്ലസ് പവർ ഡിസിപ്പേറ്റഡ് അല്ലേ. പവർ നമ്മുടെ ട്രാൻസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറും അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC പവറുമാണ് ചേർന്നിട്ടാണ് PDC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഡിസിപ്പേറ്റഡ് എത്രയാണ്? പവർ ഡിസിപ്പേഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ആണ് PD എന്ന് പറയുന്നത്. മാക്സിമം കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് Pmax അല്ലെ. നമുക്ക് ഔട്ട്പുട്ട് AC സിഗ്നൽ ഡിവൈഡഡ് ബൈ PDC, അതാണ് P0 max പ്ലസ് PD എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആസ് ഡിസ്കസ്ഡ് ഇൻ ഏർലിയർ, power dissipated in a class C operation is very small because the transistor remains biased off during most of the input signal. നമ്മൾ പറഞ്ഞല്ലോ, ഇൻപുട്ട് സിഗ്നലിൻ്റെ ചെറിയൊരു ഭാഗം വരുന്ന സമയത്ത് മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പവർ ഡിസിപ്പേഷൻ മേ ബി നെഗ്ലക്റ്റഡ് ആസ് കമ്പയർഡ് ടു P0 max. P0 maxൽ വരുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാകുന്ന പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി അറൗണ്ട് എത്ര വരുന്നുണ്ട്? P0 max ഡിവൈഡ് ബൈ P0 max എഴുതാം. ഈക്വൽ ടു 100% നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ. ക്ലാസ് C ആംപ്ലിഫയറിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
100% എഫിഷ്യൻസിയാണ് ക്ലാസ് സി പവർ ആംപ്ലിഫയറിൽ കിട്ടുന്നത്. ഇറ്റ് ഈസ് വർത്ത് വൈൽ ടു ഗീവ് എ പാസിംഗ് റെഫറൻസ് അബൌട്ട് മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ആംപ്ലിഫയർ. എ ക്ലാസ് എ ആംപ്ലിഫയർ ട്രാൻസ്ഫോമർ കപ്പിൾഡ് എത്ര വരുന്നത് 50%. ക്ലാസ് ബി വരും നമുക്ക് കിട്ടുന്നത് 78% ആണ്. എന്നാൽ ക്ലാസ് സി നമുക്ക് കിട്ടുന്നത് നിയർലി 100% ആണ്. ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ഹിയർ ദാറ്റ് ക്ലാസ് സി ഓപ്പറേഷൻ ഈസ് സൂട്ടബിൾ ഓൺലി ഫോർ റെസൊണന്റ് RF ആപ്ലിക്കേഷൻസ്. ഓക്കെ, ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് ബി പുഷ് പുള്ളും ക്ലാസ് എ ബി ആംപ്ലിഫയറിലാണ് എവിടെ ഉപയോഗിക്കുന്നത്? ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആംപ്ലിഫയറൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലാസ് സി മാത്രം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് RF റേഞ്ചിലുള്ള പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. മറ്റതെല്ലാം ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് അടുത്തത് 2 ചെറിയ ടോപ്പിക്കേ ഉള്ളൂ ഈ മൊഡ്യൂളിൻ്റെ അകത്ത്. പിന്നെ അടുത്തൊരു സെക്ഷനായിട്ടാണ് മോസ്ഫെറ്റ് വരുന്നത്. മോസ്ഫെറ്റ് നമ്മൾ ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പ്രവേശിക്കും. കാരണം ഇതിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷൻ്റെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പോർഷൻ വരുന്നത്. ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും അല്ല അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പോർഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം. അത് മോസ്ഫെറ്റ് ആണ് വരുന്നത്. FET മോസ്ഫെറ്റ് എന്ന് പറയുന്ന ഒരു വേറൊരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ആ ട്രാൻസിസ്റ്ററിൻ്റെ ഇത് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ.